നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 58ാമത്തെ ശ്ലോകം. ഏകോ വാരിജ ബാന്ധവാക്ഷിതിനഭോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വാലോചന ഗോചരോപി ഭവതി ത്വം കോടി സൂര്യപ്രഭ വേദ്യ കിം ന ഭവസ്യഹോ ഘനതരം കീദൃക് ഭവേൻ മത്തമ തത്സർവം വ്യപനീയ മേ പശുപതേ സാക്ഷാത് പ്രസന്നോ ഭവ. പശുപതേ, പശുപ്രായമായിട്ടുള്ളവരുടെയും നാഥൻ, അതായത് അറിവുള്ളവരുടെ മാത്രം നാഥനല്ല പശുപതിയായ മഹാദേവൻ. മൃഗസമാനരായിട്ടുള്ളവരുടെയും കൂടി നാഥനാണ്. വിവരമില്ലാത്തവരുടെയും നാഥനാണ്. സമസ്ത ചരാചരങ്ങളുടെ നാഥനാണ്. വാരിജ ബാന്ധവഃ ഏകഃ. വാരിജ ബാന്ധവൻ, അതായത് സൂര്യൻ. വാരിജം താമര. വാരിജ ബാന്ധവൻ, താമരയ്ക്ക് ബന്ധുവായിട്ടുള്ളവൻ. ആ സൂര്യഭഗവാൻ ഏകഃ, ഒറ്റയ്ക്ക് തന്നെ. ആ ഒരേ ഒരു സൂര്യൻ. ക്ഷിതിനഭോ വ്യാപ്തം. ക്ഷിതി ഭൂമി, നഭോ മണ്ഡലം ആകാശം. ക്ഷിതിനഭോ വ്യാപ്തം, ഭൂമിയിലും ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന. തമോ മണ്ഡലം ഭിത്വ, ഇരുട്ടിന്റെ കൂട്ടത്തെ ഭേദിച്ചിട്ട്. ക്ഷിതിനഭോ വ്യാപ്തം തമോ മണ്ഡലം ഭിത്വ, ആകാശവും ഭൂമിയും മുട്ടി നിൽക്കുന്ന ഇരുട്ട് ആസകലം അകറ്റിക്കളഞ്ഞ്. ലോചന ഗോചരഃ അഭിഭവതി, സകലർക്കും കണ്ണുകൊണ്ട് കാണുന്ന വിധം പ്രത്യക്ഷനായി ഭവിക്കുന്നു. ത്വം കോടി സൂര്യപ്രഭ. മഹാദേവ, അങ്ങാണെങ്കിൽ കോടി സൂര്യന്റെ പ്രഭയുള്ളവനുമാണ്. കിം ന വേദ്യഃ ഭവസി, എന്തുകൊണ്ട് അറിയപ്പെടുന്നവനായി ഭവിക്കുന്നില്ല? എന്നിട്ടും മനസ്സുകൊണ്ട് പോലും എന്താണ് അങ്ങയെ കാണാൻ കഴിയാത്തത്? അഹോ, എന്തൊരാശ്ചര്യം! ഘനതരം മത്തമ, എന്റെ അറിവില്ലായ്മയുടെ കാഠിന്യം. മത് പ്ലസ് തമ, മത്തമ. ഘനതരം മത്തമ, ആ അറിവില്ലായ്മയുടെ കാഠിന്യം. കീദൃക് ഭവേത്, എത്രമാത്രം വലുതായിരിക്കുന്നു. തത്സർവം വ്യപനീയ, അത് മുഴുവനും തുടച്ചു മാറ്റി. മേ സാക്ഷാത് പ്രസന്നഃ ഭവ, അവിടുന്ന് തന്നെ എനിക്ക് അത്യന്ത പ്രസാദത്തോടെ പ്രത്യക്ഷനായി ഭവിക്കണമേ. എനിക്ക് കാണാൻ കഴിയണമേ. ഒരേ ഒരു സൂര്യൻ ഭൂമിയിലും ആകാശത്തിലുമുള്ള ഇരുട്ടിനെ അകറ്റി കാണപ്പെടുന്നവനായി തീരുന്നുണ്ടല്ലോ. എന്നാൽ അനേകം സൂര്യന്മാരുടെ പ്രഭ ചേർന്ന അങ്ങാകട്ടെ എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നവനായി ഭവിക്കാത്തത്? ആശ്ചര്യം തന്നെ. അങ്ങെന്റെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കി എന്റെ മുന്നിൽ പ്രത്യക്ഷീഭവിക്കണമേ. ഭക്തിയുടെ ഒരു പരമമായ ഗുണം അതിൽ പരദൂഷണത്തിന് പ്രസക്തിയില്ല എന്നതാണ്. ഇതറിയാതെ സ്വയം ഭക്തന്മാരാണെന്ന് നടിക്കുന്ന പലരും അവരവരുടെ തിന്മയെ കാണാതെ മറ്റുള്ളവരാണ് എല്ലാ കുഴപ്പത്തിനും കാരണക്കാർ എന്ന് കരുതുന്നു. ഈ അബദ്ധം വരാതിരിക്കാനാണ് രാമായണത്തിൽ ലക്ഷ്മണൻ ഗുഹനോട് വ്യക്തമായി പറയുന്നത്, ശ്രീരാമന്റെയും സീതയുടെയും വനവാസത്തിന് മന്ധരയെയും കൈകേയിയെയും കുറ്റപ്പെടുത്തുന്നത് വിവരക്കേടാണ് എന്ന്. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി. വൃഥ തോന്നുന്നിതജ്ഞാമ്പുതികൾക്ക് എപ്പോഴും തോന്നുന്നതില്ല ബുധന്മാർക്കതേതുമേ. ഈ തത്വമാണ് ജ്ഞാന ശിരോമണിയും പരമഭക്തനുമായ ആചാര്യസ്വാമികൾ നമ്മെ പോലുള്ളവരെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ജഗത്തിനാകമാനമുള്ള അന്ധകാരത്തെ ആകെ അകറ്റി ഓരോരുത്തരും അവരവരുടെ കണ്ണുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാവുന്നത്ര തേജസ്സാണ് സൂര്യന് തന്നെ ഉള്ളത്. ആ സൂര്യന്റെ തേജസ് ആണെങ്കിൽ അങ്ങയുടെ തേജസ്സിന്റെ ഒരംശം മാത്രവുമാണ്. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത് തേജോ വിദ്ധി മാമകം എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു. ഭഗവാന്റെ തേജസ് കോടി സൂര്യന്മാരുടേതിനേക്കാൾ അധികരിച്ചതാണ്. എന്നിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം അങ്ങയുടെ തേജസ്സിന്റെ കുറവാണെന്ന് കരുതുന്നത് അജ്ഞാനത്തിന്റെ കാഠിന്യത്താലാണ്. ഇവിടെ ഭക്തന് ഈ പിഴവ് പറ്റുന്നില്ല.
തന്റെ മനസ്സിലെ തമസിന്റെ കാഠിന്യത്തിന്റെ കഠോരതയാണ് ബോധ്യമാകുന്നത്. ഇതാണ് ഭക്തി. ഈ മാതിരിയുള്ള മനസ്സിലെ ചീത്ത ചിന്തകളെ അന്ന് തന്നെ കരുണയാൽ തുടച്ചു മാറ്റി സ്വയം പ്രത്യക്ഷീഭവിച്ച് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. തന്റെ കേമത്തം കൊണ്ട് ഒന്നും തരമാവില്ല. ഈശ്വര കാരുണ്യമാണ് ഫലപ്രദം എന്ന വിനയമാണ് ഭക്തന്റെ രക്ഷ.